ഹലോ, ഇന്നൊരു കഥയായാലോ? നിങ്ങളൊക്കെ കേട്ടുള്ള കഥയായിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഒരിടത്ത് ഒരു അച്ഛനും സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. പക്ഷെ ഈ അച്ഛന് പല ഫിനാൻഷ്യൽ ആവശ്യങ്ങളും വന്നതുകൊണ്ടായിരിക്കണം ഒരു മണി ലെൻഡറിന്റെ അടുത്തുനിന്ന് അച്ഛൻ കുറേ കാശ് കടം വാങ്ങിയിരുന്നു. പക്ഷെ ഈ മണി ലെൻഡർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ തീയതി നിശ്ചയിച്ചിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ എന്ത് പറ്റി, ഈ മണി ലെൻഡർ അത്ര നല്ലൊരു മനുഷ്യനൊന്നും ആയിരുന്നില്ല കേട്ടോ. കുറച്ച് ദുഷ്ടഹൃദയമൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പം ഈ അച്ഛന്റെ സുന്ദരിയായ മകളെ കല്യാണം കഴിക്കാന്നുള്ളൊരു ഗൂഢോദ്ദേശം കൂടെ ഈ മണി ലെൻഡർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മണി ലെൻഡർ ഒരു കാര്യം പറഞ്ഞു. എന്താന്ന് വെച്ചാല്, ഒന്നുകിൽ അച്ഛൻ പണം തിരിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഈ അച്ഛന്റെ സുന്ദരിയായ മകളെ ഇദ്ദേഹം വിവാഹം കഴിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇദ്ദേഹം കാഴ്ചയിലും അത്രയും പ്ലീസിങ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല. ഒപ്പം ഇദ്ദേഹത്തിന്റെ ദുഷ്ടതരമൊക്കെ ഈ അച്ഛൻ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ തന്റെ ഏക മകളെ ഈ മണി ലെൻഡർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് അച്ഛൻ തീരെ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ അച്ഛൻ ആകെ ധർമ്മസങ്കടത്തിലായി. കാശ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും, ഇല്ലെങ്കിൽ മകളുടെ ജീവിതം നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അച്ഛൻ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ മണി ലെൻഡർ ഒരു സൊല്യൂഷൻ പറഞ്ഞു. അതായത് ഒരു എംപ്റ്റി ഡിഷില് അദ്ദേഹം 2 നിറത്തിലുള്ള കല്ലുകൾ ഇടും. ഒന്ന് ഒരു കറുത്ത കല്ല്, ഒന്നൊരു വെളുത്ത കല്ല്, ഒരു ബ്ലാക്ക് പെബിളും ഒരു വൈറ്റ് പെബിളും. അപ്പോൾ ഈ മകള്, ഈ പെൺകുട്ടി അതിൽ നിന്ന് വെളുത്ത നിറത്തിലുള്ള പെബിൾ ആണ് എടുക്കുന്നതെങ്കിൽ ഈ അച്ഛൻ കാശൊന്നും തിരിച്ചു കൊടുക്കണ്ട, അദ്ദേഹം ഈ മകളെ വിവാഹവും കഴിക്കില്ല, അവർക്ക് ഇതിൽ നിന്ന് മോചിതരാകാം. ഇല്ല, കറുത്ത നിറത്തിലുള്ള പെബിൾ ആണ് എടുക്കുന്നതെങ്കിൽ കാശ് തിരിച്ചു കൊടുക്കണ്ട, പക്ഷെ ഈ മണി ലെൻഡർ ഈ പെൺകുട്ടീനെ വിവാഹം കഴിക്കും. ഇനി ഈ പെൺകുട്ടി ഈ 2 നിറത്തിലുള്ള പെബിൾസും എടുക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അച്ഛൻ ജയിലിൽ പോകേണ്ടി വരും. ഇതായിരുന്നു അവരുടെ നിബന്ധന. അങ്ങനെ ഈ മണി ലെൻഡറിന്റെ വീട്ടിലെ കല്ലുകൾ നിറഞ്ഞ ഒരു പാത്വേയില് ഇവര് നിന്നുകൊണ്ട് ഈ കാര്യം അവർ ചെയ്യാന്ന് തീരുമാനിച്ചു. അപ്പൊ ഈ പെൺകുട്ടി ആകെ ആശയക്കുഴപ്പത്തിലാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഭാഗ്യം മാത്രമാണ്, ഭാഗ്യവശാൽ എങ്ങാനും വെളുത്ത നിറത്തിലുള്ള കല്ല് കിട്ടിയാൽ മാത്രമാണ് ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം ആവുള്ളൂ. കറുത്ത നിറത്തിലുള്ള കല്ലാണ് എടുക്കുന്നെങ്കിൽ അച്ഛൻ രക്ഷപ്പെടും, പക്ഷെ പെൺകുട്ടിയുടെ ജീവിതം പിന്നീട് എന്താവുമെന്ന് അറിയില്ല. ഇനി കല്ല് എടുക്കാൻ കൂട്ടാക്കാതെ നിന്നാലോ സ്വന്തം അച്ഛൻ താൻ കാരണം ജയിലിൽ പോകേണ്ടിയും വരും. അങ്ങനെ ആകെ ധർമ്മസങ്കടത്തിലായ കുട്ടി എന്തായാലും കല്ലെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് വളരെ ഷാർപ്പായിട്ടുള്ള ആ പെൺകുട്ടി ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ മണി ലെൻഡർ 2 കറുത്ത നിറത്തിലുള്ള കല്ലുകളാണ് ഇവരറിയാതെ ആ പാത്രത്തിലേക്ക് നിക്ഷേപിച്ചത്. പക്ഷെ ഈ പെൺകുട്ടി വളരെ ഷാർപ്പായതുകൊണ്ട് അത് നോട്ടീസ് ചെയ്തു. അപ്പൊ ആ പെൺകുട്ടി എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മണി ലെൻഡർ പെബിൾ എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ പെൺകുട്ടി കൈ ആ പാത്രത്തിനുള്ളിലേക്ക് ഇട്ടു, എന്നിട്ട് പെബിള് പുറത്തെടുത്തു. എന്നിട്ട് അയ്യോ, താൻ അറിയാത്ത പോലെ ആ പെബിള് മെല്ലെ താഴേക്ക് വീഴ്ത്തി. നിറം, കയ്യിലിരുന്ന പെബിളിന്റെ നിറം എന്താണെന്ന് ആരും കണ്ടിട്ടില്ല. അപ്പോ മണി ലെൻഡർ അല്പം ക്ഷുഭിതനായി. അപ്പൊ പെൺകുട്ടി പറഞ്ഞു, അയ്യോ, എന്റെ കയ്യിൽ നിന്ന് ആ പെബിള് താഴെ വീണു പോയല്ലോ. സാരമില്ല, ഏത് നിറത്തിലുള്ളതാണ് ഞാൻ താഴെ ഇട്ട പെബിളിന് അറിയണമെങ്കിൽ ആ പാത്രത്തിൽ ബാക്കി മിച്ചമുള്ള പെബിളിന്റെ നിറം നോക്കിയാൽ മതിയല്ലോ. കാരണം ഏതായാലും 2 എണ്ണം ഇടുന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മിച്ചമുള്ളത് ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് നിറമായിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടാവുക. അപ്പോ മണി ലെൻഡർ നോക്കുമ്പോഴും അച്ഛൻ നോക്കുമ്പോഴാണെങ്കിലും ആ പാത്രത്തിൽ ബാക്കി ഉണ്ടായിരുന്നത് കറുത്ത നിറത്തിലുള്ള പെബിളായിരുന്നു. അപ്പോ വെളുത്ത നിറത്തിലുള്ളതാവാം പെൺകുട്ടി എടുത്തിട്ടുണ്ടാവുക, അതായിരിക്കും അബദ്ധവശാൽ താഴെ പോയത് എന്ന് വിചാരിച്ചിട്ട് മണി ലെൻഡർക്ക് തന്റെ കള്ളത്തരം പുറത്ത് പറയാനുള്ള ജാള്യത കൊണ്ടും ആ പെൺകുട്ടി ബുദ്ധിപരമായിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് കൊണ്ടും ആ അച്ഛൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർക്ക് പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നില്ല, ആ പെൺകുട്ടിക്ക് ഇദ്ദേഹത്തെ വിവാഹം ചെയ്യേണ്ടിയും വന്നില്ല, അച്ഛൻ ജയിലിലും പോകേണ്ടി വന്നില്ല. അപ്പൊ ഈ കഥ നമ്മളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷെ എപ്പോഴും ആ സൊല്യൂഷൻ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ് ആവണം എന്നില്ല. നമ്മൾ ചില സമയത്തെങ്കിലും കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ടി വരും. അപ്പൊ തിങ്ക് ഡിഫറെന്റ്ലി, തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്
to all the problems that are present before you, there will definitely be a solution. Okay, bye bye.